രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവാവ് ഈ കേസിലെ പ്രതിയാണെന്ന് എനിക്കറിയാം. പക്ഷെ വാദി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കോൺഗ്രസിലെ സാൻമാർഗികവാദികളും ഒന്നിച്ച് രാഹുലിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പറ്റിയൊരു വീഴ്ച 139 വിശുദ്ധന്മാരാൽ അനുഗ്രഹീതമായ കേരള നിയമസഭയിലേക്ക് കടന്നു വന്ന ഒരു അശുദ്ധനാണ്. അതും ആകസ്മികമായി കടന്നു വന്ന ഒരു അശുദ്ധനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ വന്ന വലിയൊരു വിവാദമാണ് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ഒരു വിവാദം. കുറച്ചു കാലം അത് കെട്ടടങ്ങി. ഇപ്പോൾ ദാ വന്നു 2 ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടം നമ്മുടെ ദൃശ്യ പത്രമാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പണ്ട് മാമാങ്കം 12 വർഷത്തിലൊരിക്കൽ വരും എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടം 6 മാസത്തിലൊരിക്കൽ വരുന്നുണ്ട്. വിവാദവുമായിട്ട് രാഹുൽ മാങ്കൂട്ടം 6 മാസത്തിലൊരിക്കൽ നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോഴിതാ വീണ്ടും വന്നിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിവാദം വന്നു കഴിഞ്ഞപ്പോൾ സ്ഥിതി മാറി. CPIM-ലെ പരിശുദ്ധാത്മാക്കളും കോൺഗ്രസിലെ സാൻമാർഗികവാദികളും ഒന്നിച്ച് രാഹുലിനെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 916 സ്വഭാവശുദ്ധിയുള്ള നേതാക്കളാൽ സമർത്ഥമാണ് കോൺഗ്രസ്. അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വീഴ്ച സഹിക്കാൻ കഴിയത്തില്ല. പല നേതാക്കന്മാരും ഉറങ്ങിയിട്ട് തന്നെ ദിവസങ്ങളോളമായി. അതാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. ഇനിയും കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥിതി എടുത്താൽ കാരസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതില്ല എന്നറിയാവുന്ന ധീര വീര ശൂര പരാക്രമികളായ വിപ്ലവകാരികളാൽ സമ്പന്നമാണ് CPIM. അവർ പൊറുക്കുമോ ഈ തെറ്റ്? അവരും രംഗത്തിറങ്ങി. അപ്പോൾ എന്തു പറഞ്ഞാലും CPIM-ഉം കോൺഗ്രസും 2 ഭാഗത്തായിട്ട് അണിനിരന്ന് കഴിഞ്ഞു. ഇതിനിടയിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയാണ്, ഒറ്റപ്പെട്ടു പോയ ഒരു ആട്ടിൻകുട്ടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. ഇദ്ദേഹത്തിന് പറ്റിയൊരു വീഴ്ച 139 വിശുദ്ധന്മാരാൽ അനുഗ്രഹീതമായ കേരള നിയമസഭയിലേക്ക് കടന്നു വന്ന ഒരു അശുദ്ധനാണ്. അതും ആകസ്മികമായി കടന്നു വന്ന ഒരു അശുദ്ധനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ഈ പാപിയുടെ പ്രവേശനം വിശുദ്ധന്മാർക്ക് സഹിക്കാൻ കഴിയുമോ? അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് ഞങ്ങളുടെ സഭയെ മലിനമാക്കാൻ അനുവദിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സാന്നിധ്യം. ഇതാണ് അവരുടെ പ്രഖ്യാപനം. അതിൽ നമുക്കൊരു തെറ്റും പറയാൻ പറ്റില്ല. 139 വിശുദ്ധന്മാർ കുറച്ച് കാലമായിട്ട് കഴിഞ്ഞ 5 വർഷത്തോടടുത്ത് ഇരുന്ന് നിയമനിർമ്മാണം നടത്തി, വികസനം നടത്തി, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു സഭയിലേക്ക് ഒരു അശുദ്ധൻ, ഒരു അസ്പൃശ്യൻ അത് കടന്നു വരിക, നമ്മുടെ ജനാധിപത്യം തകർന്ന് തരിപ്പണമായി പോവില്ലേ? അവരൊറ്റക്കെട്ടായിട്ട് നിന്നു. ഈ അശുദ്ധനെ ഞങ്ങൾക്ക് വേണ്ട. അതാണ് അവരുടെ നിലപാടിലത് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇവിടെ ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഈ പത്രദൃശ്യ മാധ്യമങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യുവാവ് ഈ കേസിലെ പ്രതിയാണെന്ന് എനിക്കറിയാം. പക്ഷേ വാദി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പലരോടും ആർക്കും വാദി ആരാണെന്ന് അറിഞ്ഞുകൂടാ. വാദിയുടെ ശബ്ദം മാത്രം ചില ദൃശ്യമാധ്യമങ്ങളിൽ കേൾക്കാം. വാദിയുമായുള്ള സംഭാഷണ ശകലങ്ങൾ ചില പത്രമാധ്യമങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷേ വാദി എന്ന് പറഞ്ഞ ഒരാൾ വേണ്ടേ? ആ ആളിനെക്കുറിച്ച് ഇതുവരെ ആരും ഒന്നും പറഞ്ഞ് കൃത്യമായി കേട്ടില്ല. ഇവിടെ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, രാഹുൽ മാങ്കൂട്ടം തെറ്റുകാരനാണ് എന്ന് ഗവൺമെൻറ്റിന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം അംഗമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ പേരിൽ കേസെടുക്കണം. അതല്ലേ ചെയ്യേണ്ടത്? തെളിവുകൾ ശേഖരിക്കണം, കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം, അയാളെ തെറ്റിന് ശിക്ഷിക്കണം. അതല്ലാതെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പത്രദൃശ്യ മാധ്യമങ്ങളിൽ 6 മാസത്തിലൊരിക്കൽ വന്ന് ഇങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ചിത്രവധം ചെയ്യുന്നത് അത്ര ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അയാൾ തെറ്റുകാരനാണെങ്കിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. കർശനമായ നടപടികൾ തന്നെ സ്വീകരിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ശരിയായ നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത്, പണ്ട് ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുന്നിൽ 2 മാർഗമേ ഉള്ളൂ. ഒന്നുകിൽ താൻ തെറ്റുകാരനാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് ബോധ്യമുണ്ടെങ്കിൽ തെറ്റേറ്റ് പറയണം, ജനങ്ങളോട് മാപ്പ് ചോദിക്കണം, താൻ ചെയ്ത തെറ്റിന് പരിഹാരം കാണണം. അതാണ് മാന്യനായ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്. അതാണ് മാതൃകാപരമായ പ്രവൃത്തി. അതാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്യേണ്ടത്.
അദ്ദേഹം തെറ്റുകാരനാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനിയും രണ്ടാമത്തെ മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനെ സ്മരിച്ചുകൊണ്ട് ഒറ്റ ചാട്ടം ചാടണം അങ്കത്തട്ടിലേക്ക്. എന്നിട്ട് തൻ്റെ പ്രതിയോഗികളെ മുഴുവൻ വെല്ലുവിളിക്കണം. അംഗച്ചേകവരായിട്ട് നിന്നുകൊണ്ട് തൻ്റെ പ്രതിയോഗികളെ മുഴുവൻ വെല്ലുവിളിക്കണം. അത് മതി, ആ ഒരൊറ്റ കാര്യം മതി. അതോടുകൂടി വിവാദം തീരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ ഈ ഉണ്ണിത്താൻ്റെ കാര്യം പറയാൻ കാരണം, കുറച്ച് നാളുകൾക്ക് മുമ്പാണ്, ഉണ്ണിത്താൻ MP ആകുന്നതിന് മുമ്പാണ്, ഉണ്ണിത്താനും ഒരു സ്ത്രീയുമായി ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവർ മലപ്പുറത്ത് നിലമ്പൂരാണെന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ എവിടെയോ ഒരു വീട്ടിൽ വിശ്രമിക്കുമ്പോൾ ചിലർ ചെന്ന് ഈ വീട് വളഞ്ഞു. വീട് വളഞ്ഞു എന്ന് മാത്രമല്ല, ഇത് ബഹളമായി. ഉണ്ണിത്താനെയും സ്ത്രീയെയും, ഒപ്പം ഉണ്ടായിരുന്ന സ്ത്രീയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതോടുകൂടി വലിയ വിവാദമായി. രാത്രിയിൽ തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ വന്നു, പിറ്റേ ദിവസം പത്രമാധ്യമങ്ങളിൽ വന്നു. അങ്ങനെ ദൃശ്യമാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അസാൻമാർഗിയായ ഒരു രാഷ്ട്രീയ നേതാവായി രാജ്മോഹൻ ഉണ്ണിത്താനെ ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളും ദൃശ്യമാധ്യമങ്ങളിലെ ചർച്ചകളും വളരെ സജീവമായിട്ട് ഇങ്ങനെ കേരളത്തിൽ വരികയാണ്. ഉണ്ണിത്താനെ ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത ഒരു സ്ത്രീയോടൊപ്പം അറസ്റ്റ് ചെയ്തതോടുകൂടി ഈ സാക്ഷരത കേരളത്തിലെ സന്മാർഗവാദികൾ മുഴുവൻ സടകുടഞ്ഞെണീറ്റു. കോൺഗ്രസിലെ സന്മാർഗവാദിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സന്മാർഗവാദികളും എല്ലാം സടകുടഞ്ഞെണീറ്റു. ഒരു പ്രസ്താവനയുടെ പ്രളയമാണ് കേരളത്തിലുണ്ടായത്. ചാനൽ ചർച്ചയാണെങ്കിൽ ഇത് ഗംഭീരമായ ചാനൽ ചർച്ചയാണ്. ആ കാലഘട്ടത്തിലെ ചാനൽ ചർച്ചകൾ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അതൊരു പക്ഷേ ഓർമ്മ വരുമായിരിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയത്, ഒരു കുലുക്കവുമില്ലാതെ ഉണ്ണിത്താൻ അങ്കത്തട്ടിൽ അങ്ങനെ നെഞ്ചു വിരിച്ച് നിന്നു. ആരുടെ വീര പോരിന് വാട എന്നുള്ള മട്ടിൽ ഉണ്ണിത്താൻ ഒരു നിപ്പങ്ങ് നിന്നു. ഇങ്ങനെ നിന്ന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും ശക്തമായി ഉണ്ണിത്താനെ വിമർശിച്ചത് MA ബേബി, CPM-ൽ നിന്ന് MA ബേബിയും തോമസ് ഐസക്കുമായിരുന്നു. ഇവരുടെ വിമർശനം വന്നു കഴിഞ്ഞപ്പോഴേ ഉണ്ണിത്താന് ചാനൽ ചർച്ചയിലിരുന്ന് ചില ചില്ലറ വെളിപാടുകൾ നടത്തി. അധികം താമസിച്ചില്ല, ഇവർ രണ്ടുപേരും താങ്ക് യു ഉണ്ണി എന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. പിന്നെ അവരെ ആ രംഗത്തേക്കേ കണ്ടില്ല. അവർക്ക് വിവാദവുമില്ല, പ്രശ്നങ്ങളുമില്ല, ഉണ്ണിത്താനുമില്ല, സ്ത്രീയുമില്ല, മലപ്പുറമില്ല, ഒന്നുമില്ല. അവർ എന്തായാലും സ്ഥലം വിട്ടുപോയി. ഇനി കോൺഗ്രസ്സിൽ ചില വനിതാ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തു. അവർ ധാർമ്മിക രോഷം കൊണ്ടു. ആ ചാനൽ ചർച്ചകളൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. രാജ്മോഹൻ ഉണ്ണിത്താന് അദ്ദേഹത്തിൻ്റെ നാവിൻ്റെ ബ്രേക്കിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കാലെടുത്തു. അപ്പോൾ തന്നെ ഈ കോൺഗ്രസ് നേതാക്കന്മാരും മറ്റാളുകളൊക്കെ ഞങ്ങൾ ഈ നാട്ടുകാരല്ല, ഞങ്ങൾ മാവിലായിക്കാരാണ് എന്ന് പറഞ്ഞ് അവരും കളം ഒടിഞ്ഞു. അങ്ങനെ ഉണ്ണിത്താൻ വിവാദം അവിടെ അവസാനിക്കുകയും ചെയ്തു. ഇവിടെ ഈ രാഹുൽ മാങ്കൂട്ടം നിവർന്ന് നിന്ന് ചോദ്യം ചോദിക്കാൻ തയ്യാറായാൽ, അങ്കത്തട്ടിൽ നെഞ്ചു വിരിച്ച് നിൽക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ധൈര്യമുണ്ടെങ്കിൽ, ഉണ്ണിത്താനെ പോലെ ധീരമായി ചോദ്യങ്ങൾ ചോദിക്കാൻ, പ്രതികരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം വിഷമിക്കേണ്ട കാര്യമില്ല. VD സതീശനും വരില്ല, രമേശ് ചെന്നിത്തലയും വരില്ല, K മുരളീധരൻ വരും, ഇവരാരും വരില്ല. ഇനി അഥവാ K മുരളീധരൻ വന്നാൽ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് 7 ദിവസത്തെ കുളിരും പനിയും വരും. അതുകൊണ്ട് ഇവരാരും ഒരു വിമർശനത്തിനും താങ്കളെ സമീപിക്കില്ല, താങ്കൾക്കെതിരായിട്ട് നിൽക്കില്ല. പക്ഷേ ധീരമായി നിന്ന് ഇവരുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് മറുപടി പറയണം. രാഹുൽ മാങ്കൂട്ടം ഒരു കാര്യം മറക്കരുത്, ജനക്കൂട്ടം എപ്പോഴും ധീരന്മാരായ നേതാക്കന്മാർ മാത്രമേ ജനക്കൂട്ടം അംഗീകരിക്കത്തുള്ളൂ, ഭീരുക്കളെ അംഗീകരിക്കില്ല. ഈ യാഥാർത്ഥ്യമാണ് രാഹുൽ മാങ്കൂട്ടം തിരിച്ചറിയേണ്ടത്. താങ്കൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ ഉന്നയിക്കുന്ന നേതാക്കന്മാർക്കെതിരെ ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കാൻ താങ്കൾക്ക് തയ്യാറായാൽ മാത്രമേ ഈ വിവാദം അവസാനിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ധൈര്യമുണ്ടെങ്കിൽ മാത്രമേ കേരള രാഷ്ട്രീയ രംഗത്ത് താങ്കൾക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അത് താങ്കൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ വിവാദത്തിൽ നിന്നും ഈ വായനക്കാരെയും ദൃശ്യമാധ്യമങ്ങളുടെ പ്രേക്ഷകരെയും രക്ഷിക്കാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് 6 മാസത്തിലൊരിക്കൽ രാഹുൽ മാങ്കൂട്ടും ഒപ്പം ശബ്ദരേഖയും വന്ന് ഞങ്ങളെ ഇങ്ങനെ വല്ലാതെ ബോറടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സടകുടഞ്ഞ് എണീറ്റ് ധീരമായി വെളിപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരോടൊക്കെ ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ, കേരളത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ എനിക്കൊരു അഭ്യർത്ഥനയുള്ളൂ. അത് പണ്ട് യേശുദേവൻ പറഞ്ഞതാണ്, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക, അതാണ് നല്ലത്. അല്ലെങ്കിൽ എല്ലാം അറിയുന്ന ജനം, എല്ലാം കേൾക്കുന്ന ജനം കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന്
മനസ്സിലാക്കാൻ മറക്കരുത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.